പുതിയ സീസൺ അതിന്റെ ആവേശത്തിൽ തന്നെ തുടങ്ങി പല ക്ലബ്ബുകളും. ഇത് തന്നെയാണ് അവസ്ഥ അത് യൂറോപ്പിലും സൗദിയിലും. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പല സൈനികങ്ങളും നടത്തി ഓരോ ക്ലബ്ബുകളും അവരുടെ ടീം സ്ട്രെങ്ത് കൂട്ടാൻ നോക്കുന്നു. സീസൺ തുടങ്ങി ഓരോ മത്സരങ്ങളാണ് ഇപ്പോൾ ക്ലബ്ബുകൾ അധികവും കളിച്ചിട്ടുള്ളത്. നമുക്ക് യൂറോപ്പിലെയും സൗദിയിലെയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്താലോ. ആദ്യം തന്നെ ഇങ്ങനത്തെ ഡെയിലി വീഡിയോസിന് വേണ്ടി നമ്മുടെ വീഡിയോ ലൈക്ക് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ്. ബundesliga ലീഗയിൽ നിന്ന് തന്നെ ഒരു സന്തോഷ വാർത്തയോടെ നമുക്ക് തുടങ്ങാം. ഹാരി കെയ്ൻ തന്റെ കരിയറിലെ രണ്ടാമത്തെ കിരീടം നേടിക്കഴിഞ്ഞിരിക്കുന്നു. DFL സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ YFB സ്റ്റട്ട്ഗാർട്ടിന് 1-നെതിരെ 2 ഗോളുകൾ നേടി അവരെ തകർത്തുകൊണ്ടാണ് ബയൺ മ്യൂണിക് കിരീടം നേടിയത്. ലാ ലിഗയിലാകട്ടെ ബാഴ്സലോണ വീണ്ടും വേട്ട തുടങ്ങിയിരിക്കുന്നു. മല്ലോർക്കയെ എതിരില്ലാതെ 3 ഗോളുകൾക്കാണ് അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയത്. വീണ്ടും ആരാധകരെ ത്രസിപ്പിച്ച് റിച്ചാലിസൺ. ലോകകപ്പിൽ ബ്രസീലിനായി റിച്ചാലിസൺ നേടിയ വണ്ടർ ഗോളിന് സമാനമായിട്ടുള്ള ഒരു ഗോൾ ഇപ്പോൾ ബേൺലിക്കെതിരായിട്ട് അദ്ദേഹം നേടിയിരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലെ ഒരു കുറിപ്പും ഇനി വേൾഡ് കപ്പിന് 1 വർഷം പോലും തികച്ചില്ലല്ലോ എന്ന്. കഴിഞ്ഞ സീസൺ വമ്പേ പരാജയമായിരുന്ന മാഞ്ചസ്റ്റർ സിറ്റി വോൾഫ്സിനെതിരെ 4 ഗോളുകൾ അടിച്ചാണ് സീസൺ തുടങ്ങിയത്. ഗോൾഡ് ബൂട്ടിനായിട്ടുള്ള റേസ് ആരംഭിക്കാൻ വേണ്ടി ഹാളൻഡ് 2 ഗോൾ അടിച്ചാണ് തുടക്കം കുറിച്ചത്. MLS-ലാകട്ടെ ലിയണൽ മെസ്സി പരിക്കിന് ശേഷം വമ്പൻ കംബാക്ക്. ഗാലക്സിക്കെതിരെ പരിക്കുമാറി 46-ാം മിനിറ്റിലായിരുന്നു ലിയണൽ മെസ്സി കളിക്കളത്തിലേക്ക് കളിക്കളത്തിൽ ഒരു വണ്ടർഫുൾ അസിസ്റ്റും ഒരു ഗോളും നേടിയായിരുന്നു ലിയണൽ മെസ്സി ആധിപത്യം പുലർത്തിയത്. അൽ നസറിനായി അണ്ണൻ ഫ്രണ്ട്ലി മത്സരത്തിൽ ഹാട്രിക് അടിച്ച് പുതിയ സീസണിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ സീസണിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട.